हाय एवरीवन, मैं हूँ श्वेता। मेरा नाम है इंद्र और आप सबका स्वागत है हमारे चैनल में। सभी हम सर्व माया का अगला सीन करने वाले हैं, तो आइए देखते हैं। आइए देखते हैं। ഞാനിപ്പോ നിങ്ങൾ വെക്കുന്ന വീടുകളിൽ മാത്രം പോയാൽ മതിയോ? എല്ലായിടത്തും വേണ്ട അപമൃത്യു നടന്നിട്ടുള്ളത് മാത്രം. അതെ, ഈ നോട്ടോറിയസ് ആയിട്ട് മർദ്ദനം നടന്ന വീടുകള്, Okay. പിന്നെ ആത്മഹത്യ, അങ്ങനെ അങ്ങനെ ഒരു 10-28 വീടുകൾ ഞാൻ ഈ കേരളത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപോലെ മതിയോ? ആദ്യം ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കി ദോഷപരിഹാരങ്ങളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ രൂപ നിങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതി. അന്ന് വക്കീലിന്റെ മകന്റെ പൂജയ്ക്ക് വന്നില്ലേ നല്ലൊരു കസിനൊരു വിദ്വാൻ ഓമെടുക്കണം, ഓമ ഗംഭീരവും. ഈ പ്രിവെന്റീവ് പാർട്ട് ടൈമാ, കുട്ടികളുടെ കേസ് മാത്രം. ഇതുപോലത്തെ റിസ്കി കേസുകളൊക്കെ ഞാൻ തന്നെ എടുക്കാം. ഈ കുടുംബ കോടതി വക്കീലിന്റെ ഓഫീസ് ജോയിച്ചോന്റെ കോഴ്സാണല്ലോ. അല്ല, എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഭാര്യയ്ക്ക് വേണ്ടാത്തത്. അതിപ്പോ ഇവിടെ തന്നെ തീർക്കാവുന്നല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ എങ്ങനെ? ഈ കൂട്ടക്കൊല്ലം നടന്ന വീടുകളിലെ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഡിപ്പെൻസ്. പിന്നെ തിരുമേനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാം. അങ്ങനെയാണെങ്കിൽ പ്രേതം പെർ ഹെഡ് ഓക്കെ അല്ലേ? ഓക്കെ. ഇത് പിടിച്ച് ഒറ്റ വലി. ഇതെന്തിനാ എളുപ്പം? എന്തിനും ഇഷ്ടമില്ല. അടുക്കളയുടെ പപ്പുവിന്റെ ആ നീല സ്പ്രേയിങ് എടുത്തോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരാം. ഓ, ഇങ്ങോട്ടേ അച്ഛൻ വരുന്നുണ്ട്, ചെന്നോ. ഇന്ന് അമ്മ ഞാൻ വിളിക്കാം. ഓക്കെ. ഇയാൾ ഇവിടെ ഉണ്ടോ? അപ്പൊ അകത്താരാ? അത് സ്പീക്കർ വിളിച്ച. എന്താണ് ഇപ്പൊ കൊണ്ടല്ലോ? ആ, ഞാൻ നോക്കട്ടെ. ഞാനിവിടെ ഇല്ലാത്ത ദൈവപ്പ തുടങ്ങി ചെയ്യരുത്. അല്ല, വലിയ കുക്കിംഗ് ക്ലാസ് ഒക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റി? ചേച്ചിനെ ഇത്രയും വേഗം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു? അത് അച്ഛൻ പപ്പൂന്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ അവിടെ കയറി പോകും. ബൈ ദ വേ, നിങ്ങൾ രണ്ടാളും എന്നാ മിണ്ടാത്ത? എന്നതാ റീസൺ? പപ്പു തന്നെ. അതിന് പപ്പു എന്നാ ചെയ്തത്? അത് അമ്മ മരിച്ച ദിവസം ബോഡി എടുക്കാറായപ്പോ പപ്പു ഇടുന്ന ഭയങ്കര കൊര. അമ്മയായിരുന്നു അവന്റെ ഫേവറേറ്റ്. അവന്റെ പുറകിലെ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അവനെ എടുത്തോണ്ട് വന്നു. അവൻ അവസാനമായിട്ട് അമ്മേനൊന്ന് കാണണല്ലോ. അവനെ കണ്ടതും അച്ഛനൊറ്റ അലർച്ചയാണ്, ഇറങ്ങി പോരണ്ടാളും. അച്ഛനൊരു ജീവികൾ ഇഷ്ടമല്ലായിരുന്നു. പപ്പുവിനെ തിരിഞ്ഞു പോലും നോക്കൂല. ഞാൻ അവനെ കൊണ്ട് പുറത്തിറങ്ങിയിരുന്നു, ചടങ്ങുകളൊക്കെ തീർന്നവരെ. എനിക്കും പപ്പനും അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് അച്ഛനൊന്നും ഇല്ലാതാക്കിയത്. പിന്നെ ഞാനങ്ങനെ ഉണ്ടാറില്ല. ഇപ്പൊ പൂണൂലും ഉണ്ട്, പിന്നെ പപ്പുന്റെ ഫേവറേറ്റ് ആയിട്ട് അച്ഛനും ഉണ്ട്, പിന്നെ എന്നാത്തിനാ മിണ്ടാതിരിക്കുന്നത്? പറ്റില്ല, അങ്ങനെ സെറ്റായി പോയി. എന്നാ അതങ്ങ് റീസെറ്റ് ചെയ്യും. സി പ്രഭ, ഇപ്പൊ ഒരാളോട് പിണങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് വലിയ കഷ്ടപ്പാടാണ്. ലൈഫ് ടു ഷോർട്ട് ഫോർ ഓൾ ദാറ്റ്. താങ്ക് യു. ഫോണിലെ വിളിച്ച തുളസി ആഹാരം കഴിക്കാൻ വിളിക്കുന്നു, വാ. ആ, ഞാൻ ഉണ്ടാവും. ഇതോടെ ഞാൻ പറയാം. ശരി, നീല കണ്ട ചെറിയ മാമനവരോട് നേരിന്റെ ഒക്കെ ഒരു മടി. എന്തോ ഭക്ഷണം കഴിച്ചിട്ട് വൈക്ക് കൊടുക്കുന്ന കൂടെ പോയിട്ടുണ്ട്. വല്യമാവ, ഇന്ദുനിയുടെ ആയിട്ട് എന്തോ ഒരു വ്യത്യാസമുണ്ടോ? അത് ഞാൻ തന്നോട് ചോദിക്കാതിരിക്കായിരുന്നു. പ്രേമമുണ്ട്. പ്രേതമല്ലടോ, പ്രേമം. എങ്ങനെ മനസ്സിലായി? ഇന്ന് ഞാൻ കൈയോടെ പിടിച്ചു, ഫോണിലൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷണം വെച്ച് നോക്കുമ്പോ അപ്പുറത്തൊരു പെൺകുട്ടിയാ. അറിയാതോ? തനിക്കറിയാൻ പാടില്ലാത്തതെല്ലാം ഉടനെ
ഈ പൂജാവിധികളെ മുഴുവൻ എനിക്കറിയാവോ? ആ പെങ്ങളെ പാചകക്കാരൻ നമ്പൂതിരിക്ക് കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു. ഓക്കെ. അവിടുന്ന് ഇവിടം വരെ ഞാൻ എത്തിയതേ എന്റെ മിടുക്ക. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വല്യമാവ, ഞാൻ ഈ ബാധയൊഴിപ്പിക്കലിൽ ഫോക്കസ് ചെയ്തിരിക്കണമെങ്കിൽ തലമുറകളായി കൈമാറി വരുന്ന സിദ്ധയും ചൈതന്യവും ആവശ്യമുണ്ട്. ഞാൻ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നേ, അതുകൊണ്ട് ഭയമൊന്നുമില്ല. ഭയം നല്ലതാണ്. മനുഷ്യവർഗത്തിന് ആദ്യമായിട്ടുണ്ടായ വികാരം ഭയമാണ്. ബേസിക് സേഫ്റ്റി. ബാധ ഒഴിപ്പിക്കുമ്പോ ഞാൻ ബേസിക് സേഫ്റ്റി ഒക്കെ നോക്കണം. ഈ ബാധ 3 ടൈപ്പ് ഉണ്ട്, അറിയോ? അറിയില്ല. ബന്ധുകാമൻ, ഭോക്തകാമൻ, ഹന്തുകാമൻ. ഇതിൽ ആദ്യത്തെ 2 പേര് പാവങ്ങളാണ്. പക്ഷേ ഹന്തുകാമൻ ഹരിക്കാൻ വരുന്നതാണ്. ജീവിതം കൊണ്ടേ പോകും. അന്നമ്മ ജോസഫ്, born in 1932. ഇതുമല്ല. കുട്ടിയുണ്ട്. She's over 30. എന്നെ കണ്ട എത്ര പ്രായം തോന്നിക്കും? ഒരു 20. What? I'm not that old. ഇവിടെ അടുത്ത് വേറെ ഏതെങ്കിലും മാത്തുമ്മ പള്ളി ഉണ്ടോ? ഇവിടെ ഇനിയിപ്പോ ജില്ല മാറിക്കേറിയ പ്രേതമാണെങ്കിൽ വല്ല കോട്ടയം തിരുവല്ല വലുത് നോക്കേണ്ടി വരും. സാരല്ല, തപ്പാ. ലില്ലിക്കുട്ടി. എന്റെ പേരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഡോൺ വെരി ഡിലേലു, നമുക്ക് ട്രൈ ചെയ്യാന്നേ. അല്ലേ ലില്ലിക്കുട്ടി? വല്യമ്മച്ചി അറിയാവോ? അല്ല, വല്യമ്മച്ചി അറിയാവോ? ആ വലിയ 8ാം ക്ലാസ്സിൽ ട്യൂഷൻ എടുത്ത ഞങ്ങളെ മനസ്സിലായില്ലേ? ഓട്ടോമനിയുടെ അടുത്തുള്ള കളരിക്കലെ ഡേവിസ്. ഡേവിസൊക്കെ നമ്മുടെ സ്വന്തം ആളാണല്ലോ. ഡേവിസ് ആണ് ഞാൻ. ഡേവിസേട്ടാ അവിടെ പോയി. പിന്നെ നമ്മളെ പിന്നെ പാലപ്പറമ്പില് പാലപ്പറമ്പ് പള്ളി പോയായിരുന്നോ? ആ അതും പോയി. പിന്നെ വേറെ സെമിത്തേരി ഇല്ല അല്ലേ? എന്നാ ശരി, പെണിക്ക് പോവാ. ടീഷർട്ട് മാറി ചുരിദാറിട്ടപ്പോ എന്തെങ്കിലും ബന്ധം? ഇവിടെ ഒന്ന് നിൽക്കാൻ പറ. ശരി ദീപട്ടാ. പൈസ കണ്ടിക്കൂട്ടേ, ഇത് ഓട്ടോ വെക്കാനുള്ളതാണ്. നീ കണ്ടോ കുട്ടിയില്ലേ? എവിടെ നിന്ന് കണ്ടിക്കുട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. ഒരു മിനിറ്റ്. अरे वो भी आई है. പോട്ടണം. ഓക്കെ ഓക്കെ ओके. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ 1 2 3 പോട്ടണം. Done. 1 2 Sorry. कुछ तो याद आया लगता है. പതുക്കെ അവിടെ അങ്ങോട്ട് മാറ്റി ഉടുപടത്തെ മാറ്റേണ്ട സമയമായിട്ടു. എന്താ അങ്ങനെ മൂടി പൊളിച്ചിരിക്കണത്? ഇത്ര സുന്ദരിയായിട്ട് പഞ്ചാരിയെ പോലെ അവിടെ നിന്ന് കണ്ണെടുത്താൽ അത്ര സമയം നോക്കാൻ പാടും. ഇല്ലാത്ത ശിക്ഷ കിട്ടുമൊക്കെ. എന്താ സംതിക്കും എന്റെ മുഖത്തിനോട് എന്താ നോക്കണ്ട? എന്താ അടിച്ചു മാറ്റിയോ? എനിക്കൊരാൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മതി. ഐ കൻ വെയർ ഇറ്റ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുറച്ച് അപ്രീസിയേഷൻ ആവാം. ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയേ? അതിന്റെ അകത്തായിരുന്നുല്ലേ ഒരുവിധപ്പെട്ട എല്ലാ യുവരാജാക്കന്മാരും ഉറങ്ങണതും എണീക്കണതും അതിന്റെ അകത്താണ്. അത് എടുത്തു നോക്കിയാൽ
ആരാ യുവരാജാവ്? പ്രഭേന്ദു. കന്യകയെ ദർശിച്ചപ്പോ ഹിന്ദുവിന്റെ പ്രധാന കൂടിയോ സംശയിക്കാറില്ല. അങ്ങോട്ട് നോക്കാം, എന്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ വിരാജ് ത്രിവേദിയുടെ റെക്കോർഡിങ്ങിന്റെ. ഡൽഹിയിൽ വരുന്നില്ലേ ബോംബെക്ക്? വരാതെ പിന്നെ. എനിവേസ് ഇവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതെ, ഫ്ലൈറ്റ് ഇങ്ങനെ മേഘത്തിന്റെ മേലെ കൂടെ പോകുമ്പോ അവിടെ സ്വർഗത്തിലേക്ക് പോകാൻ തോന്നുന്നു. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. വേണ്ട എടുത്ത പണിയോ, അമ്പലത്തിൽ കയറാത്തന്നാവും. ഒരു പ്രേതത്തിന് എത്രയോ അടുത്ത് കണ്ടിട്ട് ടോപ്പിക്ക് എന്നാ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത? അതിന്റെ ആൻസർ ആ ചോദ്യത്തിലാണ് ഉണ്ടല്ലോ, ദൈവത്തെ കാണാൻ പറ്റാത്തോണ്ട്. ടോപ്പിക്ക് മ്യൂസിക് കാണാൻ പറ്റുമോ? കേൾക്കാനല്ലേ പറ്റൂ. വി കൻ പ്ലേ ഓർ സിംഗ്. അതിപ്പോ പ്രിന്ററിൽ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെ ഇരിക്കും. ബട്ട് ഞാൻ ഉദ്ദേശിച്ച ഈ ഒറിജിനൽ സാധനം പ്രാക്ടീസും. എക്സാക്ട്ലി. ആ ടാലന്റ് ദൈവം, പ്രാക്ടീസ് പ്രാർത്ഥനയും. പിശാചാണല്ലോ ദൈവത്തിന് വേണ്ടി വാദിക്കുന്നത്. Don't call me പിശാച്. ഞാൻ നല്ല ആത്മാവാണ്. A good soul. സോറി ഡെലിലു, തന്റെ കാര്യം പോലും എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് താനൊരു തോന്നലാണെന്നാണ്, ഒരു പവറും ഇമ്പാക്റ്റ് ഒക്കെ ഉള്ളൊരു തോന്നൽ. കർത്താവേ, അപ്പൊ എന്റെ സ്കില്ലിനൊരു വിലയില്ലല്ലേ? സ്കില്ല അതിന് താൻ തന്നെ ഒരു എൽബോർഡല്ലേ. ലൈറ്റ് ഇടാൻ നോക്കി ബൾബ് പൊട്ടി. ഒരാളെ തൊടാനെങ്കിലും പറ്റുമോ? ചുമ്മാ. പറ്റും. How? Oh, Hawa. That was my touch. Kaatan easiest medium to do that. Soft breeze. പോണെന്നേ ഒരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. എടുത്തോ, കിട്ടത്തില്ല. അതെയോ? നീടി എടുത്ത് നോക്കട്ടെ. ഇപ്പൊ കിട്ടിയോ? ഇല്ല. നന്നായിട്ട് കുടിച്ച് വെള്ളത്തിച്ചടിച്ച് വെച്ചു വേണം. എന്താ പറയാ? എന്താണ് ഫോണിലെടുത്ത്? അയ്യോ, ഞാൻ നിങ്ങളുടെ അടുത്തല്ല. പോലീസിനെ കാണിക്കാൻ ശ്രീരാഗെ അന്ന് നമ്മൾ പിന്നെ ഓടിച്ചു വിട്ടല്ലേ, ഓർമ്മയില്ലേ? സത്യമായിരിക്കും നിങ്ങളോടൊന്നും ഒരു വിരോധമില്ല. ഫോണിൽ കാണാം. കൊടുക്കില്ലേ പ്രഭേ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഗാലറി നോക്ക്, ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എന്നാ റൂഡാ പ്രഭയന്മാര്? ആ ഫോണിൽ വാങ്ങിച്ച മിണ്ടാതിന്റെ ഡൽഹിയിലും കൊടുക്കന്റെ പ്രഭേ. പ്ലീസ്, ഇതെനിക്ക് സോൾവ് ചെയ്യാന്നുള്ളൂ. ഇവനെന്ത് വയ്യേ? പോലെ ഫോണും തന്നെ. ഞാൻ ഇതിലൊന്നും ഇടപെടുന്ന ആളല്ല. നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. Oh तेरी. No 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 no. फिर क्या दिखा? पकड़ लिया उसको. अटक गए. ഞാനേ പെട്ടെന്ന് ഹൈയായി പോയി. ഞാൻ പോയാ ബെസ്റ്റ്. നീ ടാബ്ലോ പോലെ നിന്ന് ഗ്യാപ്പിലേ പറയുന്നുണ്ടോ? ഇങ്ങനെ ലൈഫ് ലോങ് പേടിച്ച് ജീവിക്കാനാണോ? ആണോന്ന്? അല്ല. നമ്മുടെ
ഇനി മേല വേല ഈ വക പരിപാടിയായിട്ട് എങ്ങാനും ഈ വഴി വന്നാൽ അടിച്ചിന്റെ മോന്തേള സേഫ് പറ്റുന്നല്ലേ? അതെ അതൊക്കെ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? സെറ്റാണ്. വാ. It's cute यार. क्यूट गोस्ट यार, मजा आ गया एकदम। मुझे बहुत अच्छा डेलुलु लगा। नाम है उसका, डेलुलु। डेलुलु। बड़ यार मस्त है। मतलब और ये ट्राइंग टू फिगर आउट की है लाइक उसकी बोलते ना उसकी ग्रेड भी नहीं मिली। ग्रेव है, हाँ बट एक्चुअली उसको उसका नाम भी नहीं कुछ पता भी नहीं ना, याद ना। कुछ भी याद नहीं है, सिर्फ थोड़ा बहुत लाइक्स डिसलाइक। पर ये थोड़ा ट्राई कर रही है गॉड की तरफ पुश करने को इसको। एक होता है ना कि चलो प्रेयर्स एंड ऑल, वो सब उसने एग्जांपल्स दिए ना, मस्त थे ना, पर ये भी भारी था एकदम। वो अच्छा लगा मेले वाला। आंटी यू कॉल्ड मी। वेरी नाइस। वो ग्रेवयार्ड में भी ना आज चल चल उधर देख रहे किसको बुला रहा है। उधर वो बैठी थी ना, but I'm loving this. Good, let's wait for more guys. Boom. So meanwhile, take care. Bye bye.